എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ക്യാപ്സിക്കം ആണ്. അതിൻ്റെ പകുതി ഞാൻ എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളി, ഇഞ്ചി, പച്ചമുളക്, ക്യാരറ്റ്, സബോള എല്ലാം കൂടിയിട്ട് എല്ലാം അരിഞ്ഞ് വേറെ വെച്ചിട്ടുണ്ട് പ്ലേറ്റിൽ. എന്നിട്ട് പിന്നെ എല്ലാം കൂടി ഒരുമിച്ചാണ് ഞാൻ ഇടുന്നത് കേട്ടോ. ആദ്യം തന്നെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് റവ വറുത്ത ചീഞ്ഞട്ടിയിലാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചത്. എന്നിട്ട് അതിൽ കടുക്, ഉഴുന്നും പരിപ്പും പിന്നെ വറ്റൽമുളകും ഇട്ടു കേട്ടോ. വറ്റൽമുളക് ലാസ്റ്റ് ഇട്ടുള്ളൂ, അല്ലെങ്കിൽ കരിഞ്ഞ് നാശമാവുമല്ലോ. പിന്നെ അരിഞ്ഞ് വെച്ചുള്ള എല്ലാ പച്ചക്കറി സാധനങ്ങളും ഞാൻ അതിലിട്ടു കേട്ടോ. വെജിറ്റബിളിൻ്റെ എല്ലാം അതിട്ട് ഇളക്കി അതൊന്ന് വരിഞ്ഞതിന് ശേഷം ഒന്ന് കുറച്ച് വേവണം. ആ വെന്തതിന് ശേഷം അതിൽ നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല കേട്ടോ. ഫ്രഷായിട്ട് ഞാൻ പൊട്ടിച്ചു കൊടുക്കുന്നത്. കറിവേപ്പിൻ്റെ ഇല ക്ഷാമം തീർന്നിട്ട് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അതിന് ഞാൻ പൊട്ടിച്ചു കൊടുന്ന് ഇടണു അതിൽ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പിന്നെ ഉപ്പിടാൻ പാകത്തിനനുസരിച്ച് ഉപ്പിടാം. മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് എത്രയാണ് കളർ കിട്ടണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇടാം കേട്ടോ. ഞാൻ കുറച്ചിട്ടു. പിന്നെ ഉപ്പിടണം കേട്ടോ പാകത്തിന്. ഉപ്പിട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് അതൊന്ന് വാടി കിട്ടിയതിന് ശേഷം അതിലേക്ക് വെള്ളം പാകത്തിന് ഒഴിക്കാം കേട്ടോ. വെള്ളം പാകത്തിന് ഒഴിച്ച് തിളച്ച് വരുമ്പോഴേക്കും ഗ്രീൻ ബീൻസ് ഞാൻ കുറച്ച് ഇങ്ങനെ അധികം വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ചല്ലേ വേണ്ടോയെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ചൊന്നിങ്ങനെ വേവിച്ച് 2 വിസിൽ വരുത്തി. പക്ഷേ അതിൻ്റെ അത്ര വെന്തിട്ടുള്ളൂ. എന്നാലും ഇതിൽ പിന്നെ കുഴപ്പമില്ല. ഈ വെള്ളത്തിൽ കിടന്നിട്ട് ഉപ്പുമാവിൽ കിടന്ന് നമ്മൾ അതിൽ കുറച്ച് വെന്തോളൂ കേട്ടോ. എന്നാലും തലേ ദിവസം കുതിർത്തിൻ്റെ ശേഷം നന്നായി വേവുമല്ലോ, അതറിയാലോ എല്ലാവർക്കും. അപ്പോൾ ഞാൻ ഇപ്പം ഇങ്ങനെയാണ് വേവിച്ചിട്ടുള്ളൂ, അത്ര മതി. പിന്നെ പല്ലില്ലാത്തവർക്കൊക്കെ കടിക്കാത്തൊരു ബുദ്ധിമുട്ടാവും. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും അത് കടിച്ച് തിന്നാൻ. കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിങ്ങനെ കുതിർന്ന് ഇപ്പോൾ കുറച്ച് പകുതി വേവായി കുക്കറിലായതുകൊണ്ട് പിന്നെ ഇതിലായിട്ടുണ്ടല്ലോ. പിന്നെ അതെല്ലാം വെള്ളം തിളച്ച് പാകത്തിന് വറ്റിയപ്പോൾ ഞാനിതാ ഒരു ബൗള് റവ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര ആവശ്യമുള്ളത് വെച്ചെങ്കിൽ അതിനനുസരിച്ച് ഇടാം. ഉപ്പുമാവ് നല്ലോണം കുറേ ഉണ്ടാക്കണമെങ്കിൽ അതിൽ റവ കൂട്ടിയിട്ടിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയും ചേരുവകളൊക്കെ അതിലുണ്ടല്ലോ. അങ്ങനെ നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടാണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ സബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക, മുഴുവനായിട്ടൊന്ന് കാണണം കേട്ടോ. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്കും 4 മണി പലഹാരമായിട്ടും കാലത്ത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഒക്കെ നിങ്ങൾക്കത് കഴിക്കാൻ പറ്റും കേട്ടോ. ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.